ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഞാൻ PJ ജേക്കബ്, തളിപ്പറമ്പ്. എന്നെ ഞാൻ പിന്നീട് വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. സമയം ഒട്ടും നമുക്ക് പാഴാക്കേണ്ടതില്ല. ഇന്ന് ലോക പ്രമേഹ ദിനമാണ്, വേൾഡ് ഡയബറ്റിക് ഡേ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ ക്ലാസ്സിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം നമുക്ക് ഇന്ന് ഡയബറ്റിക്കിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ സുമേഷാണ്. എന്തുകൊണ്ടും ഈ സൂമിൽ കയറിയിരിക്കുന്ന ആളുകൾ വളരെയധികം ഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ പറയും. കാരണം ഡയബറ്റിക് ഇന്ന് നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ കാർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. നാളിതുവരെ നാം ധരിച്ചു വെച്ചിരുന്നത് മരുന്ന് കഴിച്ചാൽ ഡയബറ്റിക് മാറും എന്ന തെറ്റായ ധാരണയിൽ നമ്മുടെ ജീവിത രീതി അനുദിനം വഷളായിക്കൊണ്ടിരിക്കുക. തെറ്റായ ഭക്ഷണ രീതി, തെറ്റായ ജീവിത രീതി, ഉറക്കക്കുറവ് എല്ലാം ഇതിന്റെ വ്യാപനത്തിന് ഏറെ നമ്മുടെ സമൂഹത്തിൽ കാരണമായിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം വളരെ കൃത്യമായി ഡോക്ടർ ഇവിടെ പ്രതിപാദിക്കും. ഡോക്ടറെ പരിചയപ്പെടുത്തുമ്പോൾ ഡോക്ടർ സുമേഷ്, അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. നമുക്കറിയാം, അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് കതിരൂർ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. അദ്ദേഹം കൺസൾട്ടന്റ് ഇൻ ഇന്റർവെൻഷണൽ പോഡിയാട്രിസ്റ്റ്, അതുപോലെ തന്നെ മാസ്റ്റർ ഡിഗ്രി ഇൻ അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പോഡിയാട്രി, ഇൻ ഫുഡ് ആൻഡ് വൂണ്ട് കെയർ, അങ്ങനെയായിട്ടുള്ള പാദരോഗവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ഉള്ള ഒരാളാണ് ഡോക്ടർ സുമേഷ്. അദ്ദേഹം കോയമ്പത്തൂരിൽ ജനിച്ച് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസവും തുടർന്ന് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 18 വർഷമായിട്ട് അദ്ദേഹം പോഡിയാട്രി മേഖലയിൽ പ്രവർത്തിക്കുക. കേരളം, കർണാടക, തമിഴ്നാട്, UP എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. ഡോക്ടർ അരുൺ പാൽ, ഇന്ത്യൻ പോഡിയാട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തോടൊപ്പവും ഡോക്ടർ KS വിനയ, ഡോക്ടർ അജിത് കുമാർ വർമ്മ, ഡോക്ടർ നരേന്ദ്ര വർമ്മ, ഡോക്ടർ KK സുരേഷ്, ഇവരാണ് ഇന്ത്യയിലെ പോഡിയാട്രി രംഗത്തെ അതിവിദഗ്ധരായിട്ടുള്ള ആളുകൾ. ഇവരുടെ എല്ലാം കീഴിൽ അദ്ദേഹത്തിന് പരിശീലനം നേടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിലെ മേജർ ഹോസ്പിറ്റലുകളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. തന്റെ കരിയറിന്റെ തുടക്കം മുതൽ തന്നെ വൺ സ്റ്റെപ്പ് അഹെഡ് എന്ന പദ്ധതിയിൽ വേൾഡ് ഡയബറ്റിക് ഫൗണ്ടേഷനുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ കട്ടിയുള്ള ചർമ്മത്തിൽ ഉപയോഗിക്കുന്ന ഷൂലേസ് തുന്നൽ ടെക്നിക്ക് എന്ന പുതിയൊരു സാങ്കേതിക വിദ്യ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. നിരവധി ദേശീയ അന്തർദേശീയ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും പോഡിയാട്രിയിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ആനുകാലിക ആരോഗ്യ പുസ്തകങ്ങളിലും മാസികകളിലും ലേഖനങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ അംഗഛേദം ഒഴിവാക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു ഡ്രീമാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി അദ്ദേഹം രാപ്പകലില്ലാതെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പോഡിയാട്രി അസോസിയേഷന്റെ ആജീവനാന്ത അംഗം കൂടിയാണ്. നാമെല്ലാം IMA എന്നാണ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആണ് കേട്ടിരിക്കുന്നത്. സുമേഷ് ഡോക്ടറെ പരിചയപ്പെട്ടതിന് ശേഷമാണ് IPA എന്നൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത്. ഇദ്ദേഹം നല്ലൊരു പ്രാസംഗികനും, നല്ലൊരു ട്രെയിനറും, നല്ലൊരു ശ്രോതാവും, ഒരു ഗവേഷകനും, സർവോപരി ഒരു നല്ല മനുഷ്യ സ്നേഹിയും കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രിയതമ ശ്രീമതി റീന സുമേഷ്, മകൾ സുനയ സുമേഷ്, മകൻ സുനീത് കൃഷ്ണ. ഡോക്ടർ സുമേഷിനെ വളരെ അഭിമാനപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. വെൽക്കം ഓൺ ദ സ്ക്രീൻ ഡോക്ടർ സുമേഷ്. ഒരു നല്ല കയ്യടിയോടുകൂടി നമുക്ക് ഡോക്ടറെ ക്ഷണിക്കാം. Good morning. Good morning. Good morning to all. Thank you
ജേക്കബ് സർ, നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലാണ് നിൽക്കുന്നത്. ലോക പ്രമേഹ ദിനം. സോ നമ്മള് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവാണ്. ലോക പ്രമേഹ ദിനം നവംബർ 14. അതുപോലെ തന്നെ ഇന്ന് ശിശുദിനം കൂടിയാണ്. നമ്മുടെ മഹാനായ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ശിശുദിന ആശംസകളും. അതുപോലെ തന്നെ ഈ നല്ല ദിവസത്തിൽ ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ലോക പ്രമേഹ ദിനം, എന്താണ് ഈ ലോക പ്രമേഹ ദിനത്തിന്റെ എന്താണ് നമ്മൾ ഈ ദിനം ലോക പ്രമേഹ ദിനമായി ആചരിക്കാനുള്ള ഒരു കാരണമെന്ന് ഞാൻ ആദ്യമേ പറയാം. നമുക്കറിയാം, പ്രമേഹ രോഗ ചികിത്സാ രംഗത്ത് ഇൻസുലിന്റെ കണ്ടുപിടുത്തം വലിയൊരു വിപ്ലവമായിട്ടാണ് ലോകം ഏറ്റെടുത്തത്. ജൂലൈ 1921 ജൂലൈ 27 July 27th marks one of the most important days in diabetes treatment history. On that day, 1921, Dr. Frederick Banting, a Canadian surgeon, and Charles Best, a medical student, successfully isolated the hormone insulin for the first time. Okay, 1921 ഒരു കനേഡിയൻ സർജൻ ആയിരുന്ന ഡോക്ടർ ഫ്രെഡറിക് ബാൻഡിങ്ങും അദ്ദേഹത്തിന്റെ കോ സയന്റിസ്റ്റ് ആയിരുന്ന ചാൾസ് ബെസ്റ്റും രണ്ടുപേരും കൂടിയിട്ടാണ് ഇൻസുലിൻ എന്ന് പറയുന്ന മഹത്തായ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. സോ ബാൻഡിങ് സാറിന്റെ ബർത്ത്ഡേ ആണ് ഈ പറഞ്ഞ നവംബർ 14. അതുകൊണ്ടാണ് നമ്മൾ ലോക പ്രമേഹ ദിനമായിട്ട് അന്നത്തെ ദിവസം ആചരിക്കുന്നത്. ഇവിടെ ഇത് ഡയബറ്റീസിന്റെ വേൾഡ് സിമ്പിൾ ആണ് ബ്ലൂ റിംഗ് എന്നുള്ളത്. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. ഡയബറ്റീസിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമ്മൾ വിചാരിക്കും ഡയബറ്റീസ് എന്ന് പറയുന്നത് വളരെ റീസെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തായിട്ടോ കണ്ടുപിടിക്കപ്പെട്ട ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു ശരീര വിശേഷമാണ് എന്നുള്ളത്. പക്ഷേ ഏകദേശം 1500 BC ആൻഷ്യന്റ് ഈജിപ്തിൽ തന്നെ ഈ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളുള്ള ചില കാര്യങ്ങൾ ഈജിപ്തിൽ ജീവിച്ചിരുന്നവർ കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആൻഷ്യന്റ് ഇന്ത്യ, നമ്മൾ ഏറ്റവും പുരാതനമായ നമ്മൾ ഇന്ത്യക്കാരും ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നു. അവരും അതേക്കുറിച്ച് കണ്ടുപിടിച്ചിരുന്നു. ഈവൻ നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ, പുരാതനമായ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രമേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മധുമേഹം എന്ന് പറയുന്ന അസുഖമായിട്ടാണ് ആയുർവേദ സംഹിതകളിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹണി യൂറിൻ, മധുരമുള്ള നമ്മുടെ മൂത്രം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാരണം പണ്ട് കാലങ്ങളിൽ ഈ പ്രമേഹം ശ്രദ്ധിച്ചിരുന്നത് ഒരാള് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഉറുമ്പ് വരുന്നു. ഇതായിരുന്നു ആദ്യത്തെ ശ്രദ്ധ പോയിക്കൊണ്ടിരുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ചില ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള കാലം, ആക്ച്വലി വരാൻ പോകുന്ന കാലം, ലോകത്തുള്ള സകലരും സെഡൻഡറി ആയിരിക്കും. അതായത് നമ്മള് എല്ലാ കായിക അഭ്യാസങ്ങളോ അതുപോലെ തന്നെ എക്സസൈസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ലോകം ഒരു നിശ്ചലമായ അവസ്ഥയിലേക്ക് പോവുകയും ആൾക്കാരുകള് കൂടുതലായിട്ട് മരണപ്പെടുന്നത് പ്രമേഹം മൂലമായിരിക്കും എന്ന് നമ്മുടെ ചില ഗ്രന്ഥങ്ങളിൽ നമ്മുടെ പൂർവികർ അന്ന് തന്നെ അവർ ഫോർകാസ്റ്റ് ചെയ്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീക്ക് ഫിസിഷ്യൻസ് 2nd century AD ഈ പറയുന്ന ഡയബറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 17th and 19th century നമ്മൾ ആക്ച്വലി ഈ പാൻക്രിയാസിന്റെ കണ്ടുപിടുത്തം ഉണ്ടായിരിക്കുന്നത് 17ാം നൂറ്റാണ്ടിനും 19ാം നൂറ്റാണ്ടിനും ഇടയിലാണ്. അപ്പോഴും നമുക്ക് ഈ ഡയബറ്റീസിനെ കുറിച്ച് അവര് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ തോമസ് വില്ലിസ് ആഡഡ് മെലിറ്റസ് ഫ്രം ദ ലാറ്റിൻ ഫോർ ഹണി, സ്വീറ്റ് ഹണി. അതായത് ഫസ്റ്റ് ഡയബറ്റീസ് എന്ന് പറയുന്ന വാക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഡയബറ്റീസ് മെലൈറ്റിസ് എന്നാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ നമ്മൾ
പ്രമേഹത്തെ പറയുന്നത്. അതേപോലെ തന്നെ 1776 മാത്യു ഡോബ്സൺ കൺഫേം ദാറ്റ് ദ സ്വീറ്റ്നസ് വാസ് ഡ്യൂ ടു എക്സസ് ഷുഗർ ഇൻ ദ ബ്ലഡ് ആൻഡ് യൂറിൻ. എന്താണ് പ്രമേഹത്തിന്റെ കാരണമെന്ന് 1776 ഏകദേശം ഒരു അസംഷൻ ഉണ്ടായി. കാര്യം ബ്ലഡിലെ കൂടിയ ഗ്ലൂക്കോസിന്റെ അളവാണ് നമ്മൾ ഈ എക്സസ് ഷുഗർ ആണ് ഡയബറ്റീസിന് കാരണം, അല്ലെങ്കിൽ അതാണ് ഡയബറ്റീസ് എന്ന് 1777 പറയുകയുണ്ടായി. 1857 ക്ലോഡ് ബെർണാഡ് എസ്റ്റാബ്ലിഷ്ഡ് ദ റോൾ ഓഫ് ലിവർ ഇൻ ഗ്ലൂക്കോസ് മെറ്റബോളിസം. കരളിന്റെ കരളിന്റെ റോൾ അതായത് നമ്മുടെ ഉപാപചയ പ്രവർത്തനം മെറ്റബോളിസത്തില് ഗ്ലൂക്കോസിന്റെ റോൾ കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കുന്ന 1857 അത് ക്ലോഡ് ബെർണാഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കരളിന്റെ സ്വാധീനം അല്ലെങ്കിൽ കരളിന്റെ റോൾ കൃത്യമായിട്ട് നിർവഹിച്ചിരിക്കുന്നത്. അതേപോലെ 1889 ഓസ്കാർ മിൻകോസ്കി ആൻഡ് ജോസഫ് വോൺ മെറിങ് discovered that removing the pancreas from the dogs caused to develop diabetes, proving the pancreas was essential. Actually 1889 പരീക്ഷണാർത്ഥം ചില നായകളിലെ പാൻക്രിയാസ് നീക്കം ചെയ്യപ്പെടുകയും അതുവഴി പ്രമേഹം നായകൾക്ക് ഉണ്ടാവുന്നു എന്നും കണ്ടുപിടിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പാൻക്രിയാസിന്റെ റോൾ കൃത്യമായിട്ട് നമ്മുടെ ഡയബറ്റീസിന്റെ ആ ഒരു മേഖല, ഡയബറ്റീസ് എന്ന അസുഖത്തിന്റെ മേഖലയിലേക്ക് എന്താണ് പാൻക്രിയാസിന്റെ റോൾ എന്ന് നിർവചിക്കപ്പെട്ടത്. Then 1869 പോൾ ലാംഗഹാൻസ് identified the cell cluster in the pancreas that would later be named the islets of Langerhans. അതായത് 1869 ലാംഗർഹാൻസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് ഗ്രന്ഥിക്കകത്തുള്ള ചില കൂട്ടം കൂടി നിൽക്കുന്ന കോശങ്ങളാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. ഓക്കെ, അതായത് നമുക്കറിയാം ആഗ്നേയ ഗ്രന്ഥിക്കകത്ത് ബീറ്റാ സെൽസ് ആണ് യഥാർത്ഥത്തിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം അത്തരം ഗ്രന്ഥികൾക്ക് ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, അതായത് ഇങ്ങനെ ഒരു ട്യൂബ് കണക്കെയാണ് നമുക്ക് ആക്ച്വലി നമ്മൾ ട്യൂബ് കണക്കെ കിടക്കുന്ന കോശങ്ങളിൽ നിന്നാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നും അതിനകത്തുള്ള ബീറ്റാ സെൽസിൽ നിന്നാണെന്നും അത്തരം ആ ട്യൂബ് കണക്കെയുള്ള കോശങ്ങളെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത്. സോ ഇതാണ് നമ്മുടെ ഏകദേശം നമ്മുടെ ഡയബറ്റീസിന്റെ ചരിത്രം. നമ്മളിനി ഇവിടെ പ്രധാനമായും നമ്മുടെ ഞാൻ പറഞ്ഞു ആഗ്നേയ ഗ്രന്ഥിയുടെ റോൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്തതിന് ശേഷം ഞാൻ വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യത്തിലേക്കാണ് കിടക്കുന്നത്. നമ്മളെല്ലാവരും ഇൻസുലിനെ കുറിച്ച് മാത്രമേ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ. ഓക്കെ, യഥാർത്ഥത്തിൽ നമ്മുടെ പാൻക്രിയാസ് 4 വിധം ഹോർമോൺസ് ആണ് സെക്രേറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇൻസുലിനും അതുപോലെ തന്നെ ഗ്ലൂക്കഗോണും. എന്താണ് ഇൻസുലിന്റെ റോൾ? സെക്രേറ്റഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ടു ഹെൽപ്പ് lower blood sugar by allowing cells to absorb glucose from the bloodstream and by signaling the liver and muscle to store it. Okay, അതായത് നമ്മുടെ ശരീരത്തിൽ എത്തപ്പെടുന്ന ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരത്തിൽ എത്തപ്പെടുന്ന ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യപ്പെടാൻ, അതായത് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ 3 ഭാഗത്താണ് ഇത് സ്റ്റോർ ചെയ്യപ്പെടുക. ആ സ്റ്റോർ ചെയ്യപ്പെടാനുള്ള സിഗ്നൽ കൊടുക്കലാണ്, സ്റ്റോറിങ്ങിന് ഹെൽപ്പ് ചെയ്യലാണ് ഇൻസുലിന്റെ റോൾ എന്ന് പറയുന്നത്. സോ ആ ജോലി ചെയ്യുന്നത് ഇൻസുലിനാണ്. നെക്സ്റ്റ് വൺ ഗ്ലൂക്കഗോൺ, സെക്രേറ്റഡ് ടു റേസ് ബ്ലഡ് ഷുഗർ ബൈ കോൺസെൻട്രേറ്റിംഗ് ദ സ്റ്റോർഡ് ഗ്ലൂക്കോസ് ഇൻടു ദ ലോ. നമ്മുടെ ശരീരത്തില് കൃത്യമായ അളവിൽ ഗ്ലൂക്കോസ് എത്താതിരുന്നാൽ ശരീരിക്കുന്ന ഷുഗറിനെ രീതിയിലേക്ക് ഉപയോഗിക്കാൻ അവിടെ നിന്ന് സ്റ്റോർ ചെയ്ത സ്ഥലത്ത് നിന്നും എടുത്തുവരാനാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന സഹായിക്കുന്നത്. ഓക്കെ, അപ്പോ ഇൻസുലിൻ സ്റ്റോർ ചെയ്ത ഇൻസുലിനെ വീണ്ടും ഉപയോഗിക്കാനും സഹായിക്കും. അതായത് പ്രധാനപ്പെട്ട 2 കാര്യമാണ് മാത്രമേ എപ്പോഴും കേട്ടിട്ടുള്ളൂ. ഗ്ലൂക്കഗോണിനെ കുറിച്ച് നമ്മൾ അധികം
കേട്ടിട്ടില്ല. നെക്സ്റ്റ് വൺ, എന്താണ് ഡയബറ്റീസ്? വാട്ട് ഈസ് ഡയബറ്റീസ്? Diabetes is a chronic metabolic disorder characterized by high blood sugar, glucose levels caused by the body not producing enough insulin, using insulin effectively. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപാദനം നിലയ്ക്കുകയോ അല്ലെങ്കിൽ ഇൻസുലിന്റെ ഉൽപാദനം ശരീരത്തിൽ ഉണ്ടാവാതിരിക്കുകയോ, എന്നാൽ ഉൽപാദിപ്പിക്കപ്പെട്ട ഇൻസുലിൻ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റീസ് അഥവാ പ്രമേഹം. നമ്മൾ പ്രധാനമായിട്ടും 4 വിധം ഡയബറ്റീസ് ആണ് ആസ് പെർ അലോപ്പതി നമ്മൾ പറയാം. മോഡേൺ മെഡിസിൻ അനുസരിച്ചിട്ട് പ്രമേഹം 4 വിധത്തിലാണ്. ഫസ്റ്റ് വൺ ഇസ് ടൈപ്പ് 1 ഡയബറ്റീസ്, സെക്കൻഡ് വൺ ടൈപ്പ് 2 ഡയബറ്റീസ്, മൂന്നാമത്തത് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, ഫോർത്ത് വൺ സെക്കൻഡറി ഡയബറ്റീസ്. എന്താണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്? ടൈപ്പ് 1 ഡയബറ്റീസ് മീൻസ് the body produces very little or no insulin. ഒന്നുകിൽ വളരെ ഇൻസുലിൻ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. അതല്ല എങ്കിൽ ഇൻസുലിൻ ഒട്ടും ശരീരം സെക്രീറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ 2 അവസ്ഥയാണ് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസിൽ ഉണ്ടാവുക. ഒന്നുകിൽ ഒട്ടും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വളരെ തുച്ഛം മാത്രം ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യപ്പെടും. എന്താണ് ടൈപ്പ് 1 ഡയബറ്റീസിന്റെ കാരണം? The immune system attacks and destroy the insulin producing cells in the pancreas. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ബീറ്റ കോശങ്ങളാണ്, ആഗ്നേയഗ്രന്ഥിക്കകത്ത് ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ സെക്രേറ്റ് ചെയ്യുന്നത്. ആ ബീറ്റ കോശങ്ങളെ നമ്മുടെ ശരീരം തന്നെ സ്വയം നശിപ്പിക്കുന്ന ഒരു അവസ്ഥ വരും. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളെ തന്നെ സ്വയം നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ആ രീതിയിൽ നശിപ്പിക്കപ്പെടുമ്പോൾ പിന്നെ ഉൽപാദകരില്ലെങ്കിൽ പിന്നെ എന്താണ്, നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടില്ല. ഇതാണ് ടൈപ്പ് 1 ഡയബറ്റീസിന്റെ കാരണം. അതുകൊണ്ടാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എപ്പോഴും നമ്മൾ ജുവനൈൽ ഡയബറ്റീസ് എന്നും അതുപോലെ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് എന്നും പറയും. ജുവനൈൽ ഡയബറ്റീസ് നമുക്കറിയാം, ജുവനൈൽ മീൻസ് ചെറിയ പ്രായത്തിൽ നമുക്ക് കുട്ടികളിലാണ് കൂടുതലായിട്ടും ടൈപ്പ് 1 ഡയബറ്റീസ് കാണുന്നത്. അപ്പോ കുട്ടി ജനിച്ച് കുറച്ച് കുറച്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോ ആ കാലങ്ങളിൽ ഫസ്റ്റ് നമുക്ക് എല്ലാ കോശങ്ങളും ഉണ്ട്, പിന്നീട് ശരീരം തന്നെ സ്വയം ആ കോശങ്ങളെ നശിപ്പിക്കുകയും പ്രമേഹം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, so most commonly diagnosed in children and young adults but can occur at any age. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് കുട്ടികളിലാണ് നമ്മൾ കൂടുതലും കാണുന്നത്. പക്ഷേ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എപ്പോഴും നമ്മൾ വരാം. അതായത് ഒരു 10-18 വയസ്സുള്ള ഒരാളുടെ എന്തുകൊണ്ട് ഇയാൾക്ക് പ്രമേഹം വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ടൈപ്പ് 2 ഡയബറ്റീസ് മെല്ലിറ്റസ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബാധിച്ചിട്ടുള്ളത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ മുന്നേയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം എന്താ പറയുന്നത് 45 വയസ്സിനോ 50 വയസ്സിനോ ശേഷമാണ് സാധാരണ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് കണ്ടുകൊണ്ടിരുന്നത് മുൻകാലങ്ങളിൽ. പക്ഷെ ഇന്ന് ഏകദേശം ഒരു 30 വയസ്സിന് ശേഷമോ 25 വയസ്സിന് ശേഷമോ തന്നെ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് ഇന്നത്തെ ലോകത്ത് കാണുന്നു. അതിന്റെ കാരണങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. Type 2 diabetes mellitus is a chronic condition where the body doesn't use insulin properly, leading to high blood sugar levels, symptoms like increased thirst, hunger and frequent urination. Okay. Type 2 diabetes എന്ന് പറഞ്ഞത് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ശരീരത്തിൽ ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഓക്കെ, ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. രണ്ടാമത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസിനകത്ത് രണ്ടും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സമയത്തേക്ക് മാത്രം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, പിന്നീട് അങ്ങോട്ട് ഇൻസുലിൻ ഉൽപാദനം ഒട്ടുമില്ല. പക്ഷെ ടൈപ്പ് 2 ഡയബറ്റീസിനകത്ത് ലൈഫ് ലോങ് ഇൻസുലിൻ ഉൽപാദനം ഉണ്ടാകും. പക്ഷെ ആ ഉണ്ടാകുന്ന ഇൻസുലിൻ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാത്തതാണ് മേജർ ആയിട്ടുള്ള കോസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സോ ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, നമുക്ക് സ്വാഭാവികമായിട്ട് വർദ്ധിച്ച ദാഹം വരാം, വർദ്ധിച്ച വിശപ്പ് വരാം,
കൂടെ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്ന അവസ്ഥ വരാം. ഇതൊക്കെയാണ് തുടക്കത്തിൽ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. സോ കോസസ് ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്. ദ ബോഡി സെൽസ് ഡോണ്ട് റെസ്പോണ്ട് ടു ഇൻസുലിൻ കറക്റ്റ്ലി. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതായത് ശരീരത്തിന്റെ കോശങ്ങൾ വേണ്ടത്ര രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ആവശ്യമുള്ള രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ ശരീരത്തിന്റെ കോശങ്ങൾ ഇൻസുലിനുമായിട്ട് വേണ്ടത്ര ഒരു ധാരണാപൂർവ്വം ഇൻസുലിന്റെ ധർമ്മം എന്താണോ അത് വഹിക്കാനായിട്ട്, അത് നിർവഹിക്കാനായിട്ട് ശരീരത്തിന് കഴിയുന്നില്ല. ആ രീതിയിൽ നമ്മുടെ ബ്ലഡിൽ എക്സസ് ആയിട്ട് ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുകയും നമുക്ക് പ്രമേഹം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയും ചെയ്തു. സോ നമ്മളെല്ലാരും പറയും എന്റെ അച്ഛന് പ്രമേഹമില്ല, എന്റെ അമ്മയ്ക്ക് പ്രമേഹമില്ല, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ആർക്കും തന്നെ പ്രമേഹമില്ല, പക്ഷെ എനിക്ക് പ്രമേഹമുണ്ട് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമേഹം നിങ്ങൾക്ക് നിങ്ങളുടെ പാരമ്പര്യമായിട്ട് ആർക്കും ഇല്ലെങ്കിൽ കൂടെ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രമേഹം വരാം. പക്ഷേ പ്രമേഹം ഉണ്ടെങ്കിൽ കൂടെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഇൻക്രീസസ് യുവർ റിസ്ക്. ജനറ്റിക്കലി നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് പറയാം. പക്ഷെ ഇന്ന് ലോകത്തില് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗിയുള്ളത് ഏഷ്യ വൻകരയിലാണ്. ഏഷ്യ വൻകരയിൽ തന്നെ ഇന്ത്യ മഹാരാജ്യത്താണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗിയുള്ളത്. അത് ഇന്ന് ഒരുപാട് പഠനങ്ങൾ നടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന്റെ രീതി അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തി, ഇതൊക്കെ ഏഷ്യ വൻകരയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മറ്റു വൻകരയിലുള്ള ആൾക്കാരെക്കാൾ കുറവാണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് കൂടിയ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നത് ഏഷ്യ വൻകരയിലാണ്. ഇതൊക്കെയാണ് പഠനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, so then lifestyle, an inactive lifestyle and eating processed high carbohydrate food are major contributors. ഇന്ന് പ്രമേഹത്തിന് ഏറ്റവും കൂടുതലായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ആണ്. നമ്മുടെ ജീവിത രീതിയുടെ പാളിച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആക്റ്റീവ് അല്ലാത്തൊരവസ്ഥ. നമ്മൾ ഭക്ഷണം കഴിക്കുക, വെറുതെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, വെറുതെ ഇരിക്കുക, അല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിന്റെ കൂടിയ അവസ്ഥ. Okay, then obesity, being overweight especially with fat around the abdomen is significant risk factor. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ശരീരത്തിന്റെ ആ രൂപം എന്ന് പറയുന്നത് വയറുഭാഗം കുറച്ച് വണ്ണം കൂടിയിട്ട് ആപ്പിൾ ഷേപ്പ് എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ഈ ഒരു ആകാര രൂപം എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസിന്റെ പ്രവർത്തനം കുറയ്ക്കുകയും അത്തരത്തിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുകയും ശരീരത്തെ നമ്മള് പ്രമേഹം ബാധിക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഒബേസിറ്റി, അമിതവണ്ണം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. Then the age, the condition is most common in people over 45, but it is increasingly diagnosed in children and younger adults. Okay, നമുക്ക് ഇന്ന് പ്രായ വ്യത്യാസമില്ലാതെ ചെറുപ്പക്കാരിലും എല്ലാം തന്നെ പ്രമേഹം കണ്ടുവരുന്നു. എസ്പെഷ്യലി ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ്. മൂന്നാമത്തെ പ്രമേഹത്തിലേക്ക് നമ്മൾ കടക്കുന്നു. Gestational diabetes is high blood sugar that develops during pregnancy and can affect both the mother and baby's health. Then പ്രമേഹം ഗർഭകാലത്ത് മാത്രം കണ്ടുവരുന്ന പ്രമേഹമാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇതാണ് പ്രമേഹത്തിന്റെ മൂന്നാമത്തെ രൂപം. അതായത് ഗർഭിണികളില് ആരംഭ കാലത്ത് തുടങ്ങുകയും പ്രസവത്തോടു കൂടി അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന പ്രമേഹമാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കാരണം? ഈ നമുക്കറിയാം പ്രഗ്നൻസി എന്ന് പറയുന്നത് ശരീരത്തിലെ ഒട്ടേറെ സങ്കീർണമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അത്തരം ചില ഹോർമോണുകൾ ചില ആളുകളിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയുമാണ് ഈ കാലത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസവത്തോടു കൂടി പ്രമേഹം അപ്രത്യക്ഷമാവുന്നു. പക്ഷേ ഇതുവഴി ഉണ്ടാവുന്ന കുട്ടികൾക്ക് റിസ്ക് കൂടുതലാണ് ഭാവിയിൽ പ്രമേഹം വരുവാനായിട്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾ ബുദ്ധിമാന്ദ്യത്തോടെയൊക്കെ പ്രസവിക്കാനുള്ള സാധ്യത ഇത്തരം ഗർഭിണികളിൽ കൂടുതലാണ്. നാലാമത്തെ ഡയബറ്റീസ് എന്ന് പറയുന്നത് സെക്കൻഡറി ഡയബറ്റീസ്. Secondary diabetes is a type of diabetes caused by other medical conditions or factors such as pancreatic disease, hormonal disorders, and certain medications like corticosteroids. It develops from the destruction of beta cells or insulin resistance induced by an acquired disease. നാലാമത്തെ രീതിയിലുള്ള പ്രമേഹം എന്ന് പറയുന്നത്
പാൻക്രിയാസിന്റെ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ, പാൻക്രിയാസിനെ മാത്രം ബാധിക്കുന്ന ചില അസുഖങ്ങൾ മൂലം പാൻക്രിയാസിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ ചില ഭാഗങ്ങൾ എടുത്തു മാറ്റപ്പെടുകയോ ചെയ്യുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബീറ്റാ സെൽസിൽ കുറവ് വരും, ബീറ്റാ സെൽസുകൾക്ക് നാശം വരും. അത്തരത്തിൽ വരുന്ന പ്രമേയം. അതല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോർമോണൽ ഡിസോർഡർ. നെക്സ്റ്റ് വൺ, ചില അപൂർവം ചില മരുന്നുകളുടെ, അതായത് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള മരുന്നുകളുടെ വളരെ കൂടിയ ഉപയോഗം നമുക്ക് പ്രമേഹം വരുത്താം. ഓക്കെ, ഈ അവസ്ഥകളെല്ലാം തന്നെ നശിപ്പിക്കുന്നത് നമ്മുടെ ബീറ്റാ സെല്ലുകളെയാണ്. ആ ബീറ്റാ സെല്ലുകളെ ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സോ അതുവഴി നമുക്ക് പ്രമേഹം വരുന്നു. ഓക്കെ, അല്ലാതെ മറ്റ് കാരണങ്ങളും ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും പ്രമേഹം വരാം. സോ എന്താണ് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ? പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രമേഹം ലക്ഷണങ്ങൾ ഇല്ലാതെയും വരാം, ലക്ഷണത്തോട് കൂടെയും വരാം. ചില ആളുകൾക്ക് ഒരു ലക്ഷണം ഉണ്ടാകും. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു തരത്തിലുള്ള ലക്ഷണവും ഉണ്ടാവില്ല, പക്ഷേ അദ്ദേഹത്തിന് പ്രമേഹം വരാം. എന്താണ്? ഫ്രീക്വന്റ് യൂറിനേഷൻ, ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്ന അവസ്ഥ. ദെൻ ബ്ലറി വിഷൻ, കാഴ്ച മങ്ങുക. ദെൻ ഇൻക്രീസ്ഡ് ഹങ്ങർ, കൂടിയ വിശപ്പ്. ഫീലിംഗ് ഓഫ് പെയിൻ ആൻഡ് നീഡിൽ ഇൻ ദ ഫീറ്റ്, അതായത് കാലുകളില് ഇങ്ങനെ നമ്മൾ പറയും മീൻ പാച്ചൽ അല്ലെങ്കിൽ സൂചി കുത്തുന്ന കണക്കെയുള്ള വേദന. ഇതൊക്കെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചില ആളുകൾക്ക് അനുഭവപ്പെടാം. ദെൻ എക്സസീവ് തേഴ്സ്റ്റ്, വർദ്ധിച്ച ദാഹം. എക്സ്ട്രീം ഫാറ്റിക്, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം. രാവിലെ എഴുന്നേറ്റ് ഏകദേശം ഉച്ചയാകുമ്പോൾ തന്നെ നമ്മൾ തളരുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ, ദെൻ ശരീര ഇത്തരത്തിലുള്ള ചില ലക്ഷണങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ കാണിക്കുക. പക്ഷെ ഈ ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെയും പ്രമേഹം നമുക്ക് വരാം. സ്വാഭാവികമായിട്ടും പലരും പ്രമേഹം എന്ന് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നമുക്കൊരു സർജറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രമേഹമുണ്ട് എന്ന് നമ്മൾ അറിയുക. ദെൻ ഇതൊക്കെയാണ് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ. ഇനി പ്രമേഹം നമ്മുടെ ശരീരത്തെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുന്നത്, ഏതൊക്കെ അവയവങ്ങളെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒന്നാണ് പ്രമേഹം വഴി ഉണ്ടാവുന്ന റീനൽ നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരവസ്ഥ. പ്രമേഹം വന്ന് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വൃക്കകള് പ്രവർത്തനം നിർത്തും. എന്താണ് അതിന്റെ കാരണം? കാര്യം നമ്മുടെ ശരീരത്തിലെ ക്ലീനിങ് പ്രോസസ്, ശരീരത്തെ ശുദ്ധമായി നിലനിർത്തുന്ന, ശരീരത്തിലെ തൂപ്പുകാരൻ എന്നറിയപ്പെടുന്ന വൃക്കയാണ് ഈ ബ്ലഡിൽ, അതായത് ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആ ഗ്ലൂക്കോസ് ആവശ്യത്തിന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് വീണ്ടും ഉണ്ടാവുന്ന ഗ്ലൂക്കോസിനെ ശരീരത്തിന്റെ 3 ഭാഗങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോ ഇൻസുലിൻ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ ഈ സ്ഥലങ്ങളിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയില്ല. ആ കൂടിയ ഗ്ലൂക്കോസ് നമ്മുടെ രക്തം വഴി വൃക്കയിലെത്തുകയും വൃക്ക അത് അരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം പണിയെടുത്ത് കാരണം സാധാരണയുള്ള ജോലിക്ക് പുറമെ കൂടിയ ജോലിയാണ് വരുന്നത്. ഗ്ലൂക്കോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എക്സസൈസ് ആയിട്ട്. കാര്യം നമ്മൾ ഭക്ഷണം നിർത്തുന്നില്ല, ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നില്ല, അതും കഴിക്കുന്നത് മുഴുവൻ ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൃക്ക എന്ത് പറയും? ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും വൃക്ക പറയും, ഞാൻ എന്റെ ജോലി നിർത്തുകയാണ്, കാരണം ഞാൻ ക്ഷീണിച്ചു. അതുവഴി നമുക്ക് എന്തുണ്ടാവാം? എക്സസ് ഗ്ലൂക്കോസ് യൂറിനിലൂടെ പുറന്തള്ളുകയും വൃക്ക കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വൃക്ക പണിമുടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോ ഇതിനെയാണ് നമ്മൾ വൃക്കരോഗം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെഫ്രോപ്പതി എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുക. മറ്റൊന്നാണ് നമ്മുടെ കണ്ണ്. ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കണ്ണ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കണ്ണിനെ കാഴ്ച സാധ്യമാക്കുന്നത് റെറ്റിന എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും പ്രധാനമായിട്ട്. സോ ആ റെറ്റിനയുടെ കട്ടി കൂടുകയും അതുപോലെ തന്നെ റെറ്റിന പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യുന്നു എക്സസ് ഗ്ലൂക്കോസ്. ഓക്കെ, അതുവഴി നമുക്ക് റെറ്റിനോപ്പതി ഉണ്ടാവുന്നു. ദെൻ ഹാർട്ട് ഡിസീസ്, ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകൾ, അതായത് ഗ്ലൂക്കോസ്
ചില സ്ഥലങ്ങളിൽ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കപ്പെടുന്നത്. സോ കൂടുതലായിട്ട് ഫാറ്റ് ഈ പറയുന്ന പോലെ ബ്ലഡിൽ ഉണ്ടാകുന്ന സമയത്ത് രക്തക്കൊഴലുകളും ഈ പറയുന്ന പോലെ തന്നെ ബ്ലോക്ക് വരികയും അതുപോലെ ഹാർട്ടിലെ രക്തക്കൊഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഹൃദയം പണിമുടക്കുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യുന്നു. ഓക്കെ, ദെൻ നമുക്ക് സംഭവിക്കുന്നത് ഹൃദയാഘാതമാണ്. ഓക്കെ, ഒരിക്കലും ഷുഗർ കൂടിയത് കാരണം ഹൃദയ സ്തംഭനമല്ല വരുന്നത്, ആദ്യം വരുന്നത് ഹൃദയാഘാതമാണ്. കാരണം ഹൃദയ സ്തംഭനവും ഹൃദയാഘാതവും രണ്ടും രണ്ടാണ്. ഹൃദയാഘാതം എന്ന് പറയുന്നത് ഹൃദയത്തിൽ ഒരുപാട് രക്തക്കുഴലുകളുണ്ട്. ആ രക്തക്കുഴൽ എവിടെയെങ്കിലും ബ്ലോക്ക് വരുമ്പോൾ ഹൃദയം ഭാഗികമായിട്ട് പണിമുടക്കുന്നതിനാണ് നമ്മൾ ഹൃദയാഘാതം എന്ന് പറയുന്നത്. സോ ഹൃദയാഘാതം പിന്നീട് ഹൃദയ സ്തംഭനത്തിലേക്ക് മാറുന്നു. അപ്പോഴാണ് ആളുകൾക്ക് മരണം സംഭവിക്കുന്നത്. ഹൃദയം മൊത്തമായിട്ട് അതിന്റെ പ്രവർത്തനം നിർത്തുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, ന്യൂറോപ്പതി. എന്താണ് ന്യൂറോപ്പതി? ന്യൂറോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ വളരെ കൃത്യമായിട്ട് ന്യൂറോപ്പതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിലെ ഏത് ഭാഗത്തുള്ള ഞരമ്പുകളുടെയും പ്രവർത്തനം കുറക്കുന്നതാണ് ന്യൂറോപ്പതി എന്ന് പറയുന്ന അവസ്ഥ. ആ ന്യൂറോപ്പതിയുടെ ഏറ്റവും മോശമായിട്ട് ഉള്ള അവസ്ഥ നമ്മുടെ കാലുകളിലാണ് സ്വാഭാവികമായിട്ടും കാണാറുള്ളത്. കാലുകളിലെ സെൻസേഷൻ കുറയുകയും അതുപോലെ തന്നെ നമുക്ക് തരിപ്പ്, മരവിപ്പ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും നമുക്ക് തൊട്ടാൽ അറിയാത്ത ഒരു അവസ്ഥ വരികയും ചെയ്യുന്നു. അപ്പൊ അതുവഴി നമുക്ക് മുറിവുകളും മറ്റും വരാനുള്ള സാധ്യത വളരെയധികം കൂടുകയും അത്തരത്തിൽ പ്രമേഹത്തിന്റെ മോശമായ ഇതിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഒബേസിറ്റി. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ചില ആളുകൾ, വളരെ കുറച്ച് ആളുകളിൽ നമുക്ക് പ്രമേഹം അമിതവണ്ണത്തിലേക്കും നയിക്കാം. ഓക്കെ, അമിതവണ്ണം പ്രമേഹത്തിലേക്ക് നയിക്കുന്നു, തിരിച്ചും നമുക്ക് സംഭവിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് നെഫ്രോപ്പതി. റീനൽ ഡിസീസിന്റെ അകത്ത് നെഫ്രോപ്പതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദെൻ BP, ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, നമ്മൾ സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രമേഹ ബാധിതനാണ് എന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ BP ഷൂട്ട് ചെയ്യും. ഓക്കെ, കാരണം വെച്ചാൽ ജീവിതത്തിൽ ഇന്നേ തീയതി വരെ പ്രമേഹം ഉണ്ടായിട്ടില്ല. നമ്മൾ അത് നാളെയും എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പ്രമേഹം വരരുത് എന്നാണ്. പക്ഷെ ഒരു ഫൈൻ മോർണിംഗ് നമുക്ക് പ്രമേഹം ഉണ്ട് എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ BP ഷൂട്ട് ചെയ്യുന്നു. സോ പിന്നീട് അങ്ങോട്ട് ആ BP ചിലപ്പോൾ ചില ആളുകൾക്ക് പിന്നെ കൂടിക്കൊണ്ടേയിരിക്കും. സോ പിന്നീട് ചിലപ്പോൾ നമുക്ക് കുറയുന്ന ഒരു അവസ്ഥയിലേക്കും എത്താം. മറ്റൊന്ന്, നമുക്ക് പ്രമേഹം നമ്മുടെ കാലുകളെ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ബാധിക്കുന്നു. സോ പാദരേഖങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പാദരോഗത്തെ കുറിച്ച് കൂടുതലായിട്ട് ഈ ഒരു സെഷനിൽ പറയുന്നില്ല. ഉണങ്ങാത്ത മുറിവുകളും അതുപോലെ തന്നെ കാലുകളിൽ ഗാംഗ്രീൻ എന്ന് പറയുന്ന അവസ്ഥയും നമുക്ക് പ്രമേഹം വഴി ഉണ്ടാവാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രമേഹം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തെ ബാധിക്കാത്ത ഒരു അവയവവും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രമേഹം വന്നിട്ട് നമ്മൾ ചികിത്സിക്കാതെ പ്രമേഹം വരാതെ നോക്കലാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, ദെൻ പ്രമേഹം എങ്ങനെ ഉണ്ടാവുന്നു, പ്രമേഹത്തിന്റെ കാരണം എന്താണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ പ്രമേഹം ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങൾ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. എന്ത് തന്നെയാണെങ്കിലും നമുക്കറിയാം പ്രമേഹം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു ശാരീരിക അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. സോ പ്രിവെന്റിംഗ് ഡയബറ്റീസ് ഇൻവോൾവ്സ് എ കോമ്പിനേഷൻ ഓഫ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പ്രൈമർലി ഫോക്കസിങ് ഓൺ എ വെയിറ്റ് മാനേജ്മെന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള BMI ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. BMI കുറിച്ച് ഞാൻ അടുത്ത സ്ലൈഡ്സിൽ കൂടുതലായിട്ട് പറയുന്നത്. So regular physical activity and a healthy diet rich in whole food and lean proteins. Other key strategies includes avoiding sugary drinks, not smoking, drinking plenty of water and getting regular sleep and checkups. Okay, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസ് മസ്റ്റ് ആണ്. അതുപോലെ തന്നെ മധുരം ആവശ്യത്തിൽ അധികം നമ്മൾ കഴിക്കുന്നത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, മധുരം കഴിച്ചത് കൊണ്ട് ഒരാൾക്ക് ഡയബറ്റീസ് വരണമെന്നില്ല. പക്ഷെ ആവശ്യത്തിലധികം മധുരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ തകരാറിലേക്ക് എത്തിക്കും. അതുപോലെ സ്മോക്കിംഗ് ഒരു റീസൺ ആണ്. ദെൻ നമ്മൾ കൂടുതലായിട്ടുള്ള ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ.
നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. സോ ആ ഒരു ഇത് നമ്മളെ സംബന്ധിച്ചോളം ഒരു വലിയൊരു നമ്മുടെ മുദ്രാവാക്യമാണ് കൂടുതലായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. സോ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ സ്വാഭാവിക പ്രമേഹം വരാത്ത ഒരാള് തുടക്കം മുതലേ തന്നെ നന്നായിട്ട് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ദെൻ റെഗുലർ ആയിട്ട് നമ്മൾ ചെക്കപ്പുകൾ ചെയ്യുക. കൃത്യമായിട്ട് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചെക്കപ്പുകൾ കൃത്യമായിട്ട് ചെയ്യണം. അത് കൂടാതെ തന്നെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മൾ മറ്റു അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെക്കപ്പ്, ഇവിടെ റെഗുലർ ചെക്കപ്പിന്റെ കാര്യം ഞാൻ വളരെ ഒരു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു ജീവിത രീതി ഇത്തരത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 45 വയസ്സിന് ശേഷം ഒരു നിങ്ങൾക്ക് പ്രമേഹം ഇല്ല എങ്കിൽ, ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു 3 മാസത്തിൽ ഒരിക്കൽ നമ്മൾ നമ്മുടെ ഷുഗേഴ്സ് ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. 6 മാസത്തിൽ ഒരു തവണ നമ്മുടെ കൊളസ്ട്രോൾ ലെവലുകൾ നമ്മൾ നോക്കുക. 6 മാസത്തിൽ ഒരു തവണ നമ്മുടെ കണ്ണുകൾ നമ്മളൊന്ന് പരിശോധിക്കുക. എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തെ സ്വയം നമ്മൾ നിരീക്ഷിക്കുക. എസ്പെഷ്യലി ഫോർ ഫുഡ് ഡിസീസസോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുക. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ ചെക്കപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മൾ അസുഖം ഇല്ലാത്ത ഒരാളാണെങ്കിൽ, നമ്മൾ ഡയബറ്റീസ് ഉള്ള ആളാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഡ്യൂറേഷൻ നമുക്ക് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അതായത് നമ്മൾ 3 മാസത്തിൽ ഒരിക്കൽ ചെക്ക് ചെയ്യുന്ന ഷുഗർ എന്ന് പറയുന്നത് വൺസ് ഇൻ എ മന്തോ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വന്നേക്കാം. നെക്സ്റ്റ് വൺ, ഡയറ്റ് ആൻഡ് വെയിറ്റ് മാനേജ്മെന്റ്. എക്സസ് വെയിറ്റ് can significantly lower your risk of developing diabetes. ഞാൻ പറഞ്ഞു, BMI പ്രോപ്പർ ആയിട്ട് നിലനിർത്തുന്നത് നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കും. Eat a balanced diet. Focus on whole grain, leafy vegetables, fruits and healthy fats. അതായത് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കഴിക്കേണ്ടത് എല്ലാതരം ധാന്യങ്ങളും നമ്മൾ കഴിക്കണം. നമ്മൾ മലയാളിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ചോറാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നത്. പക്ഷേ നമ്മൾ ഇനി നമ്മുടെ പിന്നോട്ടും നമ്മൾ നേരത്തെ നമ്മുടെ ഒരു ക്ലാസ്സുകളിൽ ഉണ്ടായ ഒരു ചോദ്യം പോലെ, മുൻപ് നമ്മൾ ഒരുപാട് ഇന്നത്തേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ചോറുണ്ടിരുന്നു, പക്ഷെ ഇന്ന് കുറവേ കഴിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ഇന്ന് ഡയബറ്റീസ് കൂടുന്നുള്ളത്? സോ അത് ആ ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയും മറ്റുള്ളതൊക്കെ കുറഞ്ഞു. പഴയ അരിയല്ല നമ്മൾ ഇന്ന്, അവിടെ ഇല്ലാത്ത അരിയാണ്. ക്ലീൻ ചെയ്ത് അവസാനം ഒന്നുമില്ലാത്ത വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള അരിയാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കുറച്ച് മാത്രമേ മുന്നത്തേക്കാൾ കഴിക്കുന്നുള്ളൂ എങ്കിലും ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് വിവിധ തരം ധാന്യങ്ങൾ, കാരണം ഓരോ ധാന്യങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വിവിധ തരം ധാന്യങ്ങൾ അടങ്ങിയ ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത്. ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക, കഴിക്കാവുന്ന ഫ്രൂട്ട്സുകൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഫാറ്റുകൾ, നമുക്ക് കൊഴുപ്പ്, നമ്മുടെ നല്ല കൊഴുപ്പുമുണ്ട് ചീത്ത കൊഴുപ്പുമുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല രീതിയിലുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണം മാത്രമേ നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ കഴിക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ ജങ്ക് ഫുഡ്സ് നമ്മൾ ഒരുപാട് കഴിക്കരുത്. ലിമിറ്റ് അൺഹെൽത്തി ഫുഡ്സ്. റെഡ്യൂസ് യുവർ ഇൻടേക്ക് ഓഫ് ഷുഗർ, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആൻഡ് റിഫൈൻഡ് ഫുഡ്. അവോയ്ഡ് ഷുഗറി ഡ്രിങ്ക്സ് ലൈക്ക് സോഡ ആൻഡ് ജ്യൂസ് ആസ് ദേ ആർ എ മേജർ സോഴ്സ് ഓഫ് ആഡഡ് ഷുഗർ. നമ്മൾ കൃത്രിമമായി കിട്ടുന്ന ഡ്രിങ്കുകൾ ഒന്നും തന്നെ കഴിക്കാതിരിക്കുക. ഓക്കെ, അതിനകത്ത് കൂടുതലായിട്ട് കാർബണേറ്റഡ് വാട്ടേഴ്സും അത് സോഡ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക. അതിനകത്ത് ചില പ്രോസസ്ഡ് ഫുഡിനകത്ത് കൂടിയ രീതിയിലുള്ള മധുരം അടങ്ങിയിരിക്കുന്നത് കാരണം നമ്മൾ അത്തരം ഡ്രിങ്കുകൾ നമ്മൾ ഒഴിവാക്കുക. ഓക്കെ, അതുപോലെ ഫ്രൂട്ട് ജ്യൂസസ് കഴിവിന്റെ പരമാവധി കുറച്ച്, ഫ്രൂട്ട് ആക്ച്വലി കട്ട് ഫ്രൂട്ട് നമ്മൾ കൂടുതലായിട്ട് കഴിക്കാം. ഓക്കെ, ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ ജ്യൂസ് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ജ്യൂസിന്റെ നമ്മുടെ പഴങ്ങള് ജ്യൂസിന്റെ രൂപത്തിലേക്ക് മാറുമ്പോൾ ശരീരം അത് വേഗം തന്നെ പ്രോസസ്സ് ചെയ്ത് കൂടുതൽ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരം ആഗിരണം ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് കട്ട് ഫ്രൂട്ട്സ് കഴിക്കാനുള്ളത്. ഫ്രൂട്ട് നമ്മൾ അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ ശരീരത്തിന് കുറച്ച് സമയം കിട്ടും. അത് ശരിക്കും ദഹിപ്പിച്ച് പിന്നീട് പതുക്കെ മാത്രമേ ശരീരം വലിച്ചെടുക്കുള്ളൂ. മറ്റത് അങ്ങനെയല്ല, ഡയറക്ട്ലി ശരീരം എടുക്കേണ്ട ഒരു പണി നമ്മൾ എടുത്ത് അത് കുറച്ച് ഡയറക്ട്ലി നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രൂട്ട് ജ്യൂസസ് നമ്മൾ കഴിവിന്റെ പരമാവധി ഒഴിവാക്കിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ സ്റ്റേ ഹൈഡ്രേറ്റഡ്, ഡ്രിങ്ക് പ്ലന്റി ഓഫ് വാട്ടർ. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുക. ഓക്കെ, ദെൻ അവോയ്ഡ് ഓവർ ഈറ്റിംഗ്, അതായത് നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ. ബി ഫിസിക്കലി ആക്റ്റീവ്. Aim for regular physical activities to help manage weight and improve blood sugar control.
നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി അതുപോലെ തന്നെ ജീവിതശൈലി പ്രോപ്പറായിട്ട് നമ്മൾ നിലനിർത്തുക. ദെൻ അവോയ്ഡ് സ്മോക്കിംഗ്. സ്മോക്കിംഗ് ഈസ് ലിങ്ക്ഡ് ടു ആൻ ഇൻക്രീസ് റിസ്ക് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇന്ന് കൂടി വരുന്ന ഒരു കാരണമാണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. സോ സ്മോക്കിംഗ് നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. ഇന്ന് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സസൈസ് ഉണ്ട്, ഫുഡ് നമ്മൾ കൺട്രോൾ ആയിട്ട് മാത്രമേ കഴിക്കുള്ളൂ, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നിട്ടും നമുക്ക് പ്രമേഹം വരുന്നു. എന്താണ് കാരണം? അതിൽ ഏറ്റവും കൂടിയൊരു കാരണമാണ് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഉറങ്ങുന്നില്ല എന്നുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മള് രമേശൻ സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവർ കേൾക്കാം. അദ്ദേഹം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കൃത്യമായിട്ട് ഉറങ്ങാനായിട്ടാണ്. സോ ഉറക്കം ഇന്ന് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ വലിയൊരു കാരണമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം പ്രോപ്പറായിട്ട് നമുക്ക് ഉറക്കം കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പല ഹോർമോണുകളും പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതെല്ലാം നമുക്ക് ഇൻസുലിൻ പ്രൊഡക്ഷന് അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഉറക്കം ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമാണ്. ദെൻ ആൽക്കഹോൾ കൺസപ്ഷൻ. ഓക്കെ, നമുക്കിവിടെ ഇഫ് യു ഡു ഡ്രിങ്ക് ഡു സോ ഇൻ മോഡറേഷൻ. ഓക്കെ, ആൽക്കഹോൾ കഴിക്കാനല്ല ഇവിടെ പറയുന്നത്, ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ്. സോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് BMI എന്നുള്ളത്. നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട് BMI എന്നുള്ളത്. പക്ഷെ സാധാരണക്കാരന് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു BMI കാൽക്കുലേഷൻ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലുകളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ നമ്മൾ ആശ്രയിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ BMIക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. ഏതൊരു അസുഖത്തെയും, ഒരുവിധമുള്ള എല്ലാ ജീവിതശൈലി അസുഖങ്ങളെയും നമുക്ക് BMI നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറക്കാനായിട്ട് കഴിയും. സോ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. To calculate your BMI, divide your weight in kilograms by your height in meters squared. ഈ രീതിയിലാണ് നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഹൈറ്റ്, നമ്മുടെ ഉയരം നമ്മൾ മീറ്ററുകളിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഒരാളുടെ ഉയരം 1.75 മീറ്റർ, അതായത് 175 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കെ അത് നേരെ സ്ക്വയർ ആക്കുക, നേരെ ഡബിൾ ആക്കുക. സോ 1.75 ഇൻറ്റു 1.75 മീൻസ് 3.06 മീറ്റർ സ്ക്വയർ. നിങ്ങളുടെ വെയിറ്റ് 75 കിലോഗ്രാം ആണ് എന്ന് കരുതുക. സോ BMI മീൻസ് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ്. 75നെ 3.6 കൊണ്ട് നമുക്ക് ഹരിച്ചു കഴിഞ്ഞാൽ 24.5 എന്നുള്ളതാണ് നമ്മുടെ BMI എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ബോഡി മാസ് ഇൻഡെക്സ് ആണ് നമ്മൾ നിലനിർത്തേണ്ടത്. സോ ഓരോരുത്തരെയും ബോഡി മാസ് ഇൻഡെക്സ് എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇതിനും പ്രയാസമുള്ളവർ നമ്മൾ ജസ്റ്റ് ഹൈറ്റിന് കറക്റ്റ് ആയിട്ടുള്ള ഭാരം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടി നമ്മൾ പറയാണ്, നിങ്ങളുടെ ഹൈറ്റിൽ നിന്നും 175 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളിൽ നിന്നും നമ്മൾ 100 കുറയ്ക്കുക. 100 കുറച്ചാൽ നമുക്ക് ബാക്കി കിട്ടുന്നത് 75 ആണ്. ഈ 75 കിലോ ആണ് നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ നിങ്ങൾക്ക് BMI എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ്, ഒരു 20 വയസ്സിന് മുകളിലുള്ള ആളുടെ ഓരോരുത്തരുടെയും BMIയുടെ അവസ്ഥ എന്താണ് ഐഡിയൽ എന്ന് പറയുന്നത്. സോ BMI ലെസ് ദാൻ 18.5 ആണെങ്കിൽ അദ്ദേഹം അണ്ടർ വെയിറ്റ് ആണ്, അദ്ദേഹത്തിന് ഇനിയും ഭാരം കൂട്ടാം, കുഴപ്പമില്ല. BMI 18.5 ടു ലെസ് ദാൻ 25, 25ന്റെയും 18.5ന്റെയും ഇടയിലുള്ള ഒരു BMI ആണ് നമുക്ക് ഹെൽത്തി വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തി BMI എന്ന് പറയുന്നത്. ഓക്കെ, 25ന്റെയും 30ന്റെയും ഇടയിൽ ഓവർ വെയിറ്റ് ആണ്. നമുക്ക് കൺട്രോൾ ചെയ്താൽ മതി. ഈ കിട്ടുന്ന BMIയിലുള്ളവർ ഓവർ വെയിറ്റ് ആണ്. സോ 30ന്റെ മേലെ എന്ന് പറയുമ്പോൾ ഒബേസിറ്റി, അദ്ദേഹം അമിതവണ്ണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദെൻ ക്ലാസ് 1 ഒബേസിറ്റി 30 ടു ലെസ് ദാൻ 35, ക്ലാസ് 2 ഒബേസിറ്റി 35 ടു ലെസ് ദാൻ 40, ക്ലാസ് 3 ഒബേസിറ്റി എന്ന് പറയുന്നത് 40 ഓർ ഗ്രേറ്റർ, 40ന്റെ മേലെ BMI പോകുന്നത് അദ്ദേഹം സിവിയർ ഒബേസിറ്റി എന്നാണ് നമ്മൾ പറയാം. ഇത് നമ്മുടെ പുരുഷന്മാരുടെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ഇനി നമുക്ക് സ്ത്രീകളിലേക്ക് പോകാം. Underweight below 18.5, healthy overweight 18.5 to 24.9, overweight 25 to 29.9, obese 30 and higher. ഇതാണ് സ്ത്രീകളിലെ BMIയുടെ നിരക്ക് എന്ന് പറയുന്നത്. ദെൻ ഇനി ഇന്ന് നമുക്കറിയാം
ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു. സോ അതുപോലെ തന്നെ പ്രമേഹ ചികിത്സാ രംഗത്ത് ഒരുപാട് പല രീതിയിലുള്ള ടെസ്റ്റുകളും ഇന്ന് അവൈലബിൾ ആണ്. ഇന്ന് സർവ്വസാധാരണമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് HbA1c എന്ന് പറയുന്നത്, അതായത് ഗ്ലൈക്കേറ്റഡ് ഹിമോഗ്ലോബിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. കാര്യം എന്താണ് ഈ ടെസ്റ്റിന്റെ പ്രത്യേകത? നമുക്കറിയാം, പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവാണ് നമ്മുടെ പ്രമേഹത്തിന് കാരണം. എന്നാൽ കഴിക്കുന്ന ശരീരത്തിൽ എത്തുന്ന മുഴുവൻ ഗ്ലൂക്കോസും നമുക്ക് പ്രമേഹം ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. സോ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ മീൻസ് ഈ ഗ്ലൂക്കോസും നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് ഒരു ബൈൻഡിങ് ഉണ്ടാക്കപ്പെടുന്നു. അത്തരത്തിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന ഗ്ലൂക്കോസ് ആണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. സോ അത്തരത്തിലുള്ള ഒരു ഗ്ലൂക്കോസിന്റെ അളവിനെയാണ് നമ്മൾ HbA1c ലെവലിലൂടെ കണ്ടുപിടിക്കുന്നത്. എന്താണ് നമ്മുടെ ഈ HbA1c ലെവലിന്റെ കണക്ക് എന്ന് പറയുന്നത്? നിങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ കയ്യിൽ ടെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ഇടയിൽ നമുക്ക് റിപ്പോർട്ടുകൾ ഉണ്ടാവും. എന്താണ് ഇതിന്റെ ഒരു നോർമൽ അവസ്ഥ എന്ന് പറയുന്നത്? എക്സലന്റ് എന്ന് പറയുന്ന, അതായത് നിങ്ങളൊരു നോൺ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ HbA1c 4നും 6നും ഇടയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എക്സലന്റ് മീൻസ് നിങ്ങൾക്ക് ഡയബറ്റീസ് ഇല്ല എന്ന് നമ്മൾ പറയാം. സോ 6 മുതൽ 7 വരെ HbA1c ലെവൽ വരുന്ന ആള് നമ്മൾ പ്രീ ഡയബറ്റിക് എന്ന് പറയും. നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത ഏത് സമയവും വരാം, നിങ്ങൾ പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണെന്നാണ് നമ്മൾ പറയുന്നത്. 7 മുതൽ 8 വരെ, 7നും 8നും ഇടയിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വഴി, നിങ്ങളുടെ ഭക്ഷണ നിയന്ത്രണം വഴി ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇൻ ബിറ്റ്വീൻ 7 and 8 നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഇല്ല. നേരെ മറിച്ച് 8നും മേലെ പോകുമ്പോൾ, 9നും അതിന് മേലെയും പോകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആക്ഷൻ വേണം. നമ്മൾ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ട ഒരു അവസ്ഥ വരും. പക്ഷെ ഇവിടെ തന്നെ ചില ആളുകളിൽ നമ്മൾ ചിലപ്പോൾ 7നും 8നും HbA1c ഉള്ള ആള് മരുന്ന് കഴിക്കുന്നതായിട്ട് നമ്മൾ ചിലപ്പോൾ കണ്ടേക്കാം. അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല. കാര്യം അദ്ദേഹത്തിന് മറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, കോമോർബിഡിറ്റീസ്, അതായത് പ്രമേഹം വഴി ഉണ്ടാവുന്ന അദ്ദേഹത്തിന് ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ കണ്ണുകൾക്ക് അസുഖമോ അല്ലെങ്കിൽ കാലിന് വല്ല അസുഖമോ വരികയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. സോ ഈ സമയത്ത് നമ്മുടെ ഗ്ലൂക്കോസ് ലെവലും ഇവിടെ നമ്മൾ പറയുന്നു, അത് എക്സലന്റ് എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ ഒരു 140 താഴെയുള്ള ഒരു അവസ്ഥയാണ് എക്സലന്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ 140 മേലെ പോകുമ്പോഴത്തേക്കും ഡെഫിനറ്റ് ആയിട്ട് അബവ് 200 എന്ന് പറയുമ്പോൾ ആക്ഷൻ നമുക്ക് നീഡഡാണ്. ഇത് മില്ലി മോൾ കണക്കാണ്. സോ നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല, കാരണം ഫോറിൻ കൺട്രീസിൽ ഷുഗറിന്റെ ലെവൽ പറയുന്നത് മില്ലി മോളിലാണ്, നമ്മൾ പറയുന്നത് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിലാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് HbA1c ലെവൽ എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സോ ഇന്ന് ആധുനിക ലോകം, മോഡേൺ മെഡിസിൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി. പ്രമേഹ രോഗ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാര്യം ഇന്ന് ഇൻസുലിന്റെ കണ്ടുപിടുത്തോടു കൂടി വലിയ മാറ്റം പ്രമേഹ രോഗ ചികിത്സാ രംഗത്ത് വന്നു കഴിഞ്ഞു. പക്ഷേ അത് കൂടാതെ ഇന്ന് പല രീതിയിലുള്ള മരുന്നുകളും കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു. പല രീതിയിലുള്ള ഇൻസുലിൻ, നിങ്ങൾ ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാര് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ മുൻപേ തന്നെ ഇൻസുലിൻ എടുക്കണം. ചില ടൈപ്പ് ഓഫ് ഇൻസുലിൻസ് ഇന്ന് വരുന്നത്. ഓക്കെ, ചിലത് ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നെയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ ഒക്കെ എടുത്താൽ മതി. അത് ആ ഇൻസുലിൻ എഴുതി തരുന്ന, പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടറിന്റെ അടുത്ത് കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. നമ്മളിത് ഭക്ഷണത്തിന്റെ മുൻപേ ആണോ എടുക്കേണ്ടത്, ഭക്ഷണത്തിന്റെ ചില ഇൻസുലിൻ എടുക്കാം അപ്പൊ തന്നെ ഭക്ഷണം കഴിക്കാം. ചിലവര് നമ്മൾ ഈ ഹൈപ്പോ ഷുഗർ വല്ലാതെ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ പെട്ടെന്ന് ഉണ്ടാവണ്ട എന്ന് വിചാരിച്ച് ചില ആൾക്കാർ ഭക്ഷണത്തിന് ശേഷം ഇൻസുലിൻ എടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. സോ ആസ് പെർ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ മാത്രമേ നമ്മൾ ഇൻസുലിൻ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. നമ്മളായിട്ട് സ്വയം മീൻസ് ഇൻസുലിൻ എടുക്കുന്ന സമയം മാറ്റം വരുത്താൻ പാടില്ല. പിന്നെ സ്വയമായിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് പറയാറുണ്ട്, നിങ്ങൾ ഷുഗർ വല്ലാതെ കുറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടത്ര ഭക്ഷണം കഴിക്കുന്നില്ല, ചിലപ്പോൾ നമുക്ക് വിശപ്പ് എല്ലാ സമയവും ഒരേപോലെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്നിപ്പോ അത്ര വിശപ്പില്ല, അല്ലെങ്കിൽ അത് കാരണം നമ്മൾ എന്ത് ചെയ്യാം, ഭക്ഷണം ഇൻസുലിൻ എടുക്കുന്ന ഒരാള് വിശപ്പില്ല, ഭക്ഷണം കുറച്ചു മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിൽ ഇൻസുലിൻ നമുക്ക് അതുപോലെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലാതെ നമ്മൾ സ്വയം ചിന്തിച്ചിട്ട് ഒരു കാരണവശാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ മുൻകൂട്ടി നമുക്ക് അങ്ങനെ ഇടയ്ക്ക് നമ്മൾ വേണ്ടത്ര രീതിയിൽ ഭക്ഷണം കഴിക്കാത്ത ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് മുൻകൂട്ടി പറഞ്ഞ് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് എത്ര യൂണിറ്റ് കുറക്കണം എന്ന്
നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻസുലിൻ കുറയ്ക്കാം. അതുപോലെ 24 hours നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ഇൻസുലിനുകൾ ഇന്ന് ലഭ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് ഇൻസുലിൻ പമ്പുകൾ, നമ്മുടെ പാൻക്രിയാസിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള പമ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്, സെൽഫായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആർട്ടിഫിഷ്യൽ പാൻക്രിയാസുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെറ്റബോളിക് സർജറീസ്, നമ്മുടെ ശരീരത്തിൽ ശസ്ത്രക്രിയ വഴി പ്രമേഹം, അത് ടൈപ്പ് 2 ഡയബറ്റീസ് മാത്രമേ ശസ്ത്രക്രിയ വഴി നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയുള്ളൂ. ഒരിക്കലും ടൈപ്പ് 1 ഡയബറ്റീസ് നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിനകത്ത് തന്നെ അമിത വണ്ണമുള്ള ഒരാളിൽ മാത്രമേ മെറ്റബോളിക് സർജറീസ് വഴി നമുക്ക് പ്രമേഹം നിയന്ത്രിക്കാനായിട്ട് കഴിയും. സോ ഇത്രയൊക്കെ അഡ്വാൻസ്മെന്റ് നമ്മുടെ പ്രമേഹ രോഗ ചികിത്സാ രംഗത്ത് ഉണ്ടെങ്കിൽ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഡയബറ്റീസ് റിവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് പ്രമേഹം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് തിരിച്ചു പിടിക്കാം, നമുക്ക് എത്തിപ്പെടാം എന്നുള്ളതാണ് ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാം is a medically supervised comprehensive plan focused on achieving type 2 diabetes remission through intensive lifestyle changes. അതായത് കൃത്യമായിട്ടുള്ള മെഡിക്കൽ അഡ്വൈസോട് കൂടി, മെഡിക്കൽ സൂപ്പർവിഷനോട് കൂടി പ്രമേഹമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റുകയല്ല ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പ്രമേഹം എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അതൊരു അവസ്ഥയാണ്. സോ ആ അവസ്ഥയെ നമ്മൾ റിവേഴ്സ് ചെയ്യും. ഓക്കെ, ദെൻ കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്. These programs combined diet, exercise, weight management and medical support to restore the body natural ability to control blood sugar, often reducing or eliminating the need for medication. മരുന്നിന്റെ അളവ് പതിയെ കുറച്ചു കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിനെ വേണ്ടത്ര രീതിയിൽ പ്രവർത്തിപ്പിക്കുകയോ അതല്ല എങ്കിൽ വേണ്ടത്ര രീതിയിൽ ഉണ്ടാക്കുകയോ ചെയ്തിട്ടാണ് നമ്മൾ ഡയബറ്റീസ് റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, diabetes reversal is defined as maintaining an HbA1c level below 6.5 for at least 3 months without medication. Key strategies involved includes HbA1c level 6.5 താഴെ അല്ലെങ്കിൽ 6 താഴെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 3 മാസമെങ്കിലും നമുക്ക് മരുന്നില്ലാത്ത ഒരു അവസ്ഥയിൽ അത് പിന്നീട് പതുക്കെ നമുക്ക് കൂട്ടിയിട്ട് നമുക്ക് കൊണ്ടുവരാം. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ്. ഞാൻ ആണായിട്ട് പറയുന്നു, നമ്മുടെ വെയിറ്റ് ഒരു പ്രധാന ഘടകമാണ്. സോ BMI, you should maintain the BMI. Losing excess body weight, particularly abdominal fat. നമ്മൾ വയറിന്റെ വണ്ണം, അമിതമായിട്ടുള്ള വയറിന്റെ വണ്ണമാണ് നമ്മൾ കുറച്ചെടുക്കേണ്ടത്. സോ അത് പറയുമ്പോൾ തന്നെ ആക്ച്വലി നമുക്കൊരു ചിരി പടരാം. നമ്മൾ കാണുന്ന മിക്കവാറും ഈവൻ സംടൈംസ് എന്താ പറയാ, നമ്മളൊക്കെ തന്നെയും ഈ വയറിന്റെ വണ്ണത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. സോ നിങ്ങളുടെ ഈ വയറിന്റെ വണ്ണം എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ കുറച്ചെടുക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ബൈ നമ്മുടെ ബർത്ത്, ഞാൻ പറഞ്ഞു, ഏഷ്യ വൻകരയിൽ ജനിച്ചിരിക്കുന്നവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ വയറിന്റെ അമിത വണ്ണമാണ്. സോ അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ കുറച്ചെടുക്കുക. ദെൻ ഡയറ്ററി മോഡിഫിക്കേഷൻ പ്രോഗ്രാം എംഫസിസ് കൺസ്യൂമിങ് ഹോൾ ഫുഡ്സ്, ഫ്രൂട്ട്സ്, non-starchy vegetables, lean proteins and healthy fats while minimizing processed foods and അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏത് രീതിയിലാണ്? കൂടുതൽ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, ഗ്ലൂക്കോസ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഓക്കെ, ദെൻ റെഗുലർ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരം അനുവദിക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ കാലിന് അസുഖമുള്ള ഒരാള് രാവിലെ എഴുന്നേറ്റ് 5 കിലോമീറ്റർ 10 കിലോമീറ്റർ നടക്കണം എന്ന് പറയുന്ന രീതി ഒരിക്കലും നമ്മൾ പാടില്ല. ഓക്കെ, സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് മെന്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യവും അതുപോലെ സ്ട്രെസ് നമ്മൾ ഒഴിവാക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാമിൽ. ഓക്കെ, ദെൻ സോ നമുക്ക് ഈ പറയുന്ന ടൈപ്പ് 1 ഡയബറ്റീസിനകത്തും അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിനകത്തും കൃത്യമായിട്ടുള്ള മെഡിക്കൽ സൂപ്പർവിഷൻ അത്യാവശ്യമാണ്. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ഈ ഒരു ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാമിലേക്ക് നമുക്ക് വരാനുള്ളൂ. നമുക്കറിയാം, നമുക്കിന്ന് യൂട്യൂബ് അതുപോലെ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങൾ, ഇന്റർനെറ്റ് എന്ന് പറയുന്ന വളരെ വലിയ വിവരങ്ങളുടെ ശേഖരമാണ്. പക്ഷേ ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്, ഇൻഡിവിജ്വലി ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള മെഡിക്കൽ സൂപ്പർവിഷനോട് കൂടി മാത്രമേ നമ്മൾ ഈ ഡയബറ്റീസ് റിവേഴ്സൽ പ്രോഗ്രാമിലേക്ക് വരാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഡു എക്സസൈസ് ഹൗ യുവർ ബോഡി പെർമിറ്റ്സ്. പല രീതിയിലുള്ള എക്സസൈസുകളുണ്ട്. നമുക്ക് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം?
നമ്മുടെ ശരീരം അനുവദിക്കുന്ന രീതിയിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ശരീരം അനുവദിക്കുന്നതായിരിക്കണം. ഓക്കെ, ഫൈൻ. സോ കമ്മിങ് ടു ദ എൻഡ്, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിന്റെ ഒരു ആണിക്കല്ല് എന്ന് പറയുന്നത് നെവർ പുട്ട് ഓഫ് ടിൽ ടുമോറോ വാട്ട് യു ക്യാൻ ഡു ടുഡേ. നമ്മുടെ ആ ഒരു ജീവിത രീതിയിൽ നമ്മൾ ആദ്യം വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത് നെവർ പുട്ട് ഓഫ്. ഇന്നത്തെ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കാനായിട്ട് പാടില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പൊ ചെയ്യുക, ഇപ്പൊ ചെയ്യേണ്ട കാര്യം അടുത്ത സെക്കൻഡിൽ നമ്മൾ ചെയ്യുക. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഓരോ ആക്ഷന്റെയും നമ്മുടെ രീതി എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹ രോഗം നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാനായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത്രയും സമയം എന്നെ കേട്ടുന്ന മുഴുവൻ ആൾക്കാർക്കും ഒന്നുകൂടെ ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്. ഓട്ടോ ജേക്കബ് സർ. വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഡോക്ടർ ഇപ്പൊ ഇവിടെ നമുക്ക് തന്നത്. നമ്മുടെ സമയത്തിന്റെ പരിധി മൂലം ഡോക്ടർക്ക് അത് മുഴുവൻ തീർക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. നമുക്കറിയാം, നമ്മുടെ കാലുകളിലേക്കുള്ള കാര്യങ്ങൾ ആ സെക്ഷൻ കുറെ കൂടെ സമയമുണ്ടെങ്കിൽ സമയമെടുത്ത് നമുക്ക് പറയാൻ പറ്റും. പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടിയുണ്ട്. സാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്ട് അത് തന്നെയാണ്. കാലുകളിലേക്കുള്ള നമ്മുടെ രക്തചംക്രമണം കുറയുകയും ഡയബറ്റിക് മൂലം കാലുകളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും അതുമൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷനും മരണത്തിലേക്ക് വരെ എത്തിപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ സമയത്തിന്റെ കുറവ് മൂലമാണ് ഡോക്ടർ ഇപ്പൊ നമുക്ക് ഇവിടെ വിശദീകരിക്കാൻ പറ്റാതെ പോയത്. സാറിന്റെ ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തീരാത്ത കേസാണ്. തീർച്ചയായിട്ടും നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് അതിനെ കുറിച്ചൊക്കെ. അതെ, പെരിഫറൽ ന്യൂറോപ്പതി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സാറിന്റെ സബ്ജക്റ്റും അത് തന്നെയാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഏറ്റവും അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം സാർ ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ ഡയബറ്റിക് റിവേഴ്സിനെ കുറിച്ചാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിലെ പ്രായഭേദമന്യേ എല്ലാ ആളുകൾക്കും ഇന്ന് ഡയബറ്റിക്കിന് വിധേയമായി കൊണ്ടിരിക്കുക. സാറ് പറഞ്ഞു 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസം കൂടുമ്പോൾ നമ്മൾ ഡയബറ്റിക് ടെസ്റ്റ് നടത്തണം. അത് വന്നവരും വരാത്തവരും, കാരണം അതിന് എൻട്രി നിൽക്കുന്ന ആളുകളാണ് അധികം ആളുകളും. നമുക്കറിയാം, ഇതൊരു ജീവിത അവസ്ഥയാണ്, ഒരു രോഗമല്ല. പക്ഷേ സാർ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിലെ ബീറ്റ കോശങ്ങളാണ് റിജുമിനേറ്റ് ചെയ്യുക. ആ റിജുമിനേറ്റ് ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ഈ രോഗത്തിൽ നിന്നുള്ള നമ്മുടെ മുക്തി എന്ന് പറയുന്നത് അടിവരയിട്ട് പറയാം. കാരണം മരുന്ന് കഴിച്ചാൽ രോഗം നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. ജീവിത രീതി നമുക്ക് തിരുത്തിയാൽ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയും. അതാണ് ഡയബറ്റിക് റിവേഴ്സ് എന്ന് സാർ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾക്ക് ആ ഡയബറ്റിക് റിവേഴ്സിന് വേണ്ടിയിട്ടുള്ള ജീവിത ലൈഫ് സ്റ്റൈൽ തിരുത്തി നല്ല രീതിയിലേക്ക്, നല്ല ഫുഡ് ഹാബിറ്റ്, നല്ല ജീവിത രീതി, നല്ല ഉറക്കം, ഇതിനെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ടേക്ക് പോകാം. ഡോക്ടർ ഇവിടെ എടുത്ത ക്ലാസ്സിന് ഒരുപാട് സംശയങ്ങൾ നമുക്ക് ബാക്കിയുണ്ടാവാം. സമയത്തിന്റെ കുറവ് മൂലം നമുക്കത് അല്ലേ സാറേ, നമുക്ക് സമയം കുറവാണല്ലോ. അപ്പൊ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് നമുക്ക് ഒരു ദിവസം നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ട് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഇരിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും സംശയങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ഒരു ദിവസം, ഇപ്പൊ കഴിഞ്ഞ ഏകദേശം ഇപ്പൊ നമ്മൾ 3 ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. അതേക്കുറിച്ച് നമുക്ക് ഒരു ദിവസം തന്നെ എങ്കിൽ മാത്രമേ എല്ലാവർക്കും ഒരു ചോദ്യമെങ്കിലും ചോദിക്കാനായിട്ടുള്ള സമയം കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഡയബറ്റിക് ഡേയില് നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഇത്രയും നമുക്ക് അവയർനെസ് നമുക്ക് തരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നും ഓർക്കേണ്ടത്, മോഡേൺ മെഡിസിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞ ഹിപ്പോക്രാറ്റാണ്. അദ്ദേഹം പറഞ്ഞത്, ഭക്ഷണം ഔഷധം പോലെ കഴിച്ചാൽ ഔഷധം ഭക്ഷണം പോലെ കഴിക്കാതിരിക്കാം. ഇത് ഓർമ്മയിലിരിക്കട്ടെ. നമ്മുടെ ഈ സെക്ഷൻ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ. താങ്ക് യു ജേക്കബ് സർ. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ സുമേഷ് സാറാണ് നമ്മളുമായിട്ട് സംവദിച്ചത്. നമ്മുടെ ഗ്രേറ്റ് മെന്റർ, മോട്ടിവേറ്റർ രമേശൻ മാഷ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ഇന്നത്തെ സബ്ജക്റ്റിന്റെ ആവശ്യകത, ഈ സബ്ജക്ട് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം 300ഓളം പേര് ഇന്ന് പങ്കെടുത്തു എന്നുള്ളതാണ്
ഇന്ന് പങ്കെടുത്ത ഓരോരുത്തർക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ ഡയബറ്റീസ് ആണ്. ഇന്നലെ നമ്മളിവിടെ അരൂരിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. എന്താ ആക്സിഡന്റിനെ പറ്റി പറയുന്നതായിരിക്കും അല്ലെ? ആക്സിഡന്റ് ഉണ്ടായപ്പോ അതിനകത്ത് പ്രധാനമായിട്ട് വന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹം ഒരു വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്, ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ കുട്ടി ജന്മന ഡയബറ്റീസ് ആയിരുന്നു. അതിനുവേണ്ടി വലിയ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതെന്നാണ് ആ വാർത്തയിലെല്ലാം കാണാനും കേൾക്കാനൊക്കെ സാധിച്ചത്. പലരും ശ്രദ്ധിച്ചു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയാണ്. എന്നാൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തെ കാർന്നു നിന്ന ഏറ്റവും മഹാമാരിയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഡോക്ടർ സാർ ഇവിടെ ഇതിനെ കുറിച്ചെല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ആധികാരികമായിട്ട് പറയാൻ ആരുമല്ല. ഡോക്ടർ ഇതിനെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഡയബറ്റീസ് വരുന്നതെന്നും അത് നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയെ തന്നെയാണത് നമ്മളിലേക്ക് വരുത്തുന്നത് എന്നുള്ളതാണ്. കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് അത്രയും ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് യാതൊരു കുറവുമില്ല. എക്സസൈസ് എന്ന് പറഞ്ഞ സംഭവമില്ല. ശരീരം അനങ്ങുന്നില്ല അല്ലേ? വീട്ടിലെല്ലാം ഇന്ന് സ്വിച്ചിന്റെ മുകളിലാണ്. പഴയ കാലത്ത് അമ്മിയിലിട്ട് അരച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് സ്വിച്ചാണ്, മിക്സിയാണ്. ആ സ്വിച്ച് പോലും ഇടാൻ എന്ത് ചെയ്യുന്നില്ല, എഴുന്നേൽക്കാൻ മടിയാണ്. മോനെ ആ സ്വിച്ച് ഒന്ന് ഇട്ടേന്നാണ് അമ്മമാര് പറയണത്. മനസ്സിലായ? മോട്ടർ ഓണാക്കണമെങ്കിൽ പണ്ട് വെള്ളം കോരി എടുക്കുകയായിരുന്നു അല്ലെ? ഇപ്പൊ മോട്ടറിന്റെ സ്വിച്ച് ഇടാൻ, മോനെ ആ സ്വിച്ച് ഒന്ന് ഇട്ടേ. മോട്ടർ നിറഞ്ഞു കഴിയുമ്പോ അല്ലെ, ടാങ്ക് നിറഞ്ഞു കഴിയുമ്പോ എന്താ പറയാ, മോനെ അതൊന്ന് ഓഫ് ചെയ്തേ. ഇത്ര പോലും നമ്മൾ ശരീരത്തെ ചലിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, തൊട്ടടുത്ത് കടയിലേക്കൊന്നും നടന്നു പോകില്ല, അവിടെ പോലും ടൂ വീലറിലാണ് പോകുന്നത്. ശരീര അവയവങ്ങളിൽ ചലിപ്പിക്കുന്നില്ല, അവയവങ്ങൾക്ക് വേണ്ട എക്സസൈസ് കൊടുക്കുന്നില്ല. എന്നാൽ അകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന് യാതൊരു കുറവുമില്ല. അതിങ്ങനെ കണ്ടമാനം വാരി വാരി കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് രോഗം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാന കാരണം. അപ്പൊ ശരീരത്തിന് എക്സസൈസ് കൊടുക്കുകയും ഭക്ഷണം ക്രമീകരിക്കുകയും ചെയ്യാന്നുള്ളതാണ്. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മായവും വിഷമൊക്കെ നമുക്കറിയാം. ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഈ മഹാരോഗിയാക്കി മാറ്റുന്നത്. പക്ഷെ ആദ്യം നമ്മൾ ഷുഗർ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടാവും. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ 2 3 അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ ഇതുമായിട്ട് നമ്മളങ്ങനെ താതാൽപ്യം പ്രാപിച്ചു പോകും. അപ്പോൾ നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അത് മെല്ലെ മെല്ലെ നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നാൻ തുടങ്ങും. ക്യാൻസറിനേക്കാൾ വലിയ ഒരു മഹാരോഗമാണ് ഡയബറ്റീസ് എന്ന് പറയും, പ്രമേഹം എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചറിയണം അല്ലേ? വീടിനകത്ത് ചെതല് കയറാന്ന് പറയാറുണ്ട് അല്ലേ പണ്ടൊക്കെ? ചെതല് കയറി വീടെന്താണെന്ന് അറിയുമോ? അത് അറിയില്ല. ഇങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത് കാണാം. അതുപോലെയാണ് ഡയബറ്റീസ് ബാധിച്ച ആളുകളുടെ ശാരീരിക അവസ്ഥ, മാനസിക അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്യാൻസറിനേക്കാളും ഭീകരമാണ് ഈ രോഗം എന്ന് പറയുന്നത്. ക്യാൻസറിന് വേറൊരു പ്രത്യേകതയുണ്ട്. ക്യാൻസർ വളരുന്നത് എപ്പോഴും പറയാം, ക്യാൻസർ കോശങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ ഡയബറ്റീസ് ഉള്ള ശരീരം എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മതി, മനസ്സിലായ? അതിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡയബറ്റീസ് ഉള്ള ശരീരത്തിൽ ഫുഡ് കഴിക്കാൻ അവിടുത്തെ ടോക്സിൻസ് ആണല്ലോ ഇതിന്റെ ഭക്ഷണം. ആ ടോക്സിൻസ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് ക്യാൻസറിന്. അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക്, പ്രമേഹമുള്ള രോഗികൾ ക്യാൻസർ സാധ്യത കൂടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ശരീരത്തിന്റെ എല്ലാ അവയവത്തേക്കും ബാധിക്കുന്നുണ്ട് ക്യാൻസർ. അതുപോലെ നമ്മുടെ പ്രമേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ കാലുകൾ എന്ന് പറയുന്നത്. മനസ്സിലായ? പ്രമേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവമാണ് കാലുകൾ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ സാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കാലുകൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അവയവം പ്രമേഹത്തിന്. അതുകൊണ്ട് തന്നെ കാലുകളിലേക്ക് ഇത് പെട്ടെന്ന് ബാധിക്കും. കാലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, മുറിവുകൾ ഉണ്ടാവും. മുറിവ് വന്നാൽ ഉണങ്ങില്ല. അതോടൊപ്പം തന്നെ കാലുകൾ മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥാവിശേഷം വരെ വരാറുണ്ട് എന്നുള്ള. അതുകൊണ്ട് ഇത് വരാതെ എങ്ങനെ നോക്കാം? വരാതെ നോക്കാൻ ഇത്രയേ ഉള്ളൂ എളുപ്പവഴി. ഭക്ഷണത്തിൽ നമ്മൾ ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക അല്ലെ? കിട്ടിയ ഭക്ഷണം മുഴുവൻ കഴിക്കരുത്. കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ സ്നേഹത്തോടെ പലയിടത്തും ഭക്ഷണം തരുമ്പോൾ ആമാശയം നമ്മുടേതാണ്, ശരീരം നമ്മുടേതാണ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അകത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഞാനൊക്കെ അത്രേ കഴിക്കാറുള്ളൂ, എവിടെ പോയാലും അത്ര കഴിക്കാറുള്ളൂ. അതുകൊണ്ട് കൺട്രോൾ ചെയ്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനം. ചെറിയ എക്സസൈസുകളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായ? അത്യാവശ്യം പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ എക്സസൈസുകളൊക്കെ എടുക്കുക. ഓരോ അവയവത്തിനും ചലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ എക്സസൈസുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു സംശയവും വേണ്ട. ഇതൊരു വലിയ ഭയപ്പെടേണ്ട അസുഖമൊന്നുമല്ല. നമുക്കതിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ്. ഇതിന്റെ ഒരു നല്ലൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് തുടങ്ങുമ്പോൾ തന്നെ പോയി മരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഫുഡിൽ കൺട്രോൾ ചെയ്യാം. അതാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. ഫുഡിൽ കൺട്രോൾ ചെയ്യാം. ഭക്ഷണ ക്രമീകരണത്തിലൂടെ നമ്മുടെ
BMI കറക്റ്റ് ചെയ്തുകൊണ്ട് ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് സാർ ഇവിടെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചത്. എന്തായാലും ഇത്രയും നല്ലൊരു ഇൻഫർമേഷൻ നൽകിയതിന് ഡോക്ടർ സുമേഷ് സാറിന് ബിഗ് കൺഗ്രാജുലേഷൻ. ഈ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ പേരുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. സാറ് തന്നെ സ്വമേധയാ ഞാൻ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മുടെ ഈ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇന്നലെ കോഴിക്കോട് നടന്ന മെഗാ ട്രെയിനിങ് പ്രോഗ്രാമിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. താങ്കളുടെയൊക്കെ സാന്നിധ്യം, അതുപോലെ തന്നെ രമേശൻ മാഷിന്റെയൊക്കെ സാന്നിധ്യം നമ്മുടെ ഈ ടീമിന് ആവേശവും എനർജിയും ഒരു പുത്തൻ പ്രതീക്ഷയും അവർക്കെല്ലാം നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി നിങ്ങളുടെ എല്ലാം പിന്തുണയും സഹകരണവും നമ്മുടെ ഈ കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് വേണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്തായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇനിയും പുതിയ സബ്ജക്റ്റുമായിട്ട് ഡോക്ടർ സുമേഷ് സാർ വരും. അദ്ദേഹം പറഞ്ഞു ഇപ്പൊ തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഒത്തിരി ഉണ്ടാവും. ഒരു ദിവസം നമ്മൾ സംശയം ചോദിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാകാറുണ്ട്. നമുക്ക് ഞായറാഴ്ചയാണത്. ഞായറാഴ്ച തന്നെ സാറിന് സൗകര്യം ഉണ്ടെങ്കിൽ ഞായറാഴ്ച രാവിലെ തന്നെ നമുക്ക് ഡോക്ടറോട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഞായറാഴ്ച ആകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം കൂടി എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞായറാഴ്ച തന്നെ ഡോക്ടറിന് സമയമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഡോക്ടർ പിന്നീട് സംസാരിച്ച് അറിയിക്കുന്നതായിരിക്കും. ഇത്രയാണ് ഇന്നത്തെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കെല്ലാം നല്ലൊരു ബോധം കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഭക്ഷണ ക്രമീകരണത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക എന്നുള്ളതാണ്. രോഗം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വെള്ളം ഇപ്പൊ മാഗ്നറ്റൈസ്ഡ് വാട്ടറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. മാഗ്നറ്റൈസ്ഡ് വാട്ടർ നന്നായിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. നല്ല രീതിയിലേക്ക് നല്ലൊരു ഹെൽത്ത് സ്റ്റൈലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും നമ്മുടെ സമൂഹത്തെ. ഇത്രയാണ് ഇന്നത്തെ സുപ്രഭാതത്തിൽ പറയാനുള്ളത്. ഇനി അടുത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് 21-ാം തീയതി എറണാകുളത്ത് നമ്മുടെ രമേശൻ സാറിന്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു വെൽനസ് കോച്ചായി മാറാൻ വേണ്ടി സാധിക്കും, എങ്ങനെ നിങ്ങൾക്ക് ഒരു നല്ലൊരു വെൽനസ് അഡ്വൈസറായി മാറാൻ സാധിക്കും അല്ലെ. ഈ വെൽനസ് ഒരു കാലത്ത് ആളുകൾ കളിയാക്കിയിരുന്നു. വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചൊരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നെ പൊന്നു സുഹൃത്തുക്കളെ. പക്ഷെ ഇന്ന് വെൽനസ് ഇൻഡസ്ട്രിയെ കുറിച്ച് ആളുകൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താണെന്നറിയോ? കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. കേരളത്തിലെ കച്ചവടക്കാർ വിലപിക്കാൻ തുടങ്ങി. കേരളത്തിൽ ഇപ്പൊ പഞ്ചസാരയുടെ കച്ചവടം പകുതിയായിട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലെ അരിയുടെ കച്ചവടം പകുതിയായിട്ട് കുറഞ്ഞു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ അത് ഗ്രൂപ്പിലേക്കെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സാധിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ വെൽനസ് ഇൻഡസ്ട്രിയുടെ അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പഞ്ചസാരയുടെ ഉപയോഗം പകുതിയായിട്ട് കുറഞ്ഞു. നമുക്കറിയാം ഇതിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ പഞ്ചസാര ഇപ്പൊ ഉപയോഗിക്കുന്നില്ല, വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ നല്ലൊരു ഇത് നടത്തുന്നതിനനുസരിച്ചിട്ട് തന്നെ ആളുകൾക്ക് മനസ്സിലായി പഞ്ചസാര വിഷമാണ്, ആളെ കൊല്ലുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് കച്ചവടം പകുതിയായിട്ട് കുറഞ്ഞു എന്നാണ് അവരിപ്പോ വിലപിക്കുന്നത്. അതാണ് അരിയുടെ അളവ് പകുതിയായിട്ട് കുറഞ്ഞു എന്നാണ് അല്ലെ. എത്ര ചോറ കഴിച്ചോണ്ടിരുന്ന രാവിലെ ഇല്ലേ, രാവിലെ തന്നെ അരി ആഹാരങ്ങൾ. പിന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരു 10 മണിയാകുമ്പോൾ ഒരു പഴങ്കഞ്ഞി കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇല്ലേ, പണിക്ക് പോകുന്ന ആളുകളൊക്കെ അല്ലെ. ഒരു പഴങ്കഞ്ഞി രാവിലെ പഴങ്കഞ്ഞി കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഉച്ചക്കൂണ്, രാത്രിയാണെങ്കിൽ അതിനേക്കാൾ വിഭവം വലിയൊരു ഊണ്. എന്നാൽ ഇതിലൊക്കെ നമ്മുടെ തീൻമേശയിൽ നിന്ന് പോയിരിക്കുന്നു എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതെല്ലാം നമ്മുടെ വെൽനസിന്റെ മനോഹാരിതയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ലൊരു വെൽനസ് അഡ്വൈസർ ആയിട്ട് മാറാം? നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കുറെ മാസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചതിന് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ വളരേണ്ടത് വെൽനസ് സെന്ററുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആശുപത്രികൾ വളരണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്, വെൽനസ് സെന്ററുകൾ വളരണം. നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി, വാർത്തെടുക്കുന്നതിന് വേണ്ടി, അവർക്ക് വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി, ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന വെൽനസ് സെന്ററുകളും വെൽനസ് കോച്ചുകളെയും വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഗ്രാമാന്തരങ്ങളിൽ വികസിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെല്ലാം തന്നെ വെൽനസ് മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ മാറ്റം വരാൻ വേണ്ടി പോകുന്ന, ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് വെൽനസ് മാറിയിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതാണ്. അതുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു നല്ലൊരു വെൽനസ് അഡ്വൈസറായിട്ട് മാറുക, സമൂഹത്തെ സേവിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുക എന്നുള്ളതാണ്. സമൂഹത്തെ നിങ്ങൾ സേവിക്കാൻ വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളും ഉയർത്തപ്പെടും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ ഉയർത്തപ്പെടും. ഒരു സംശയം വേണ്ട. നമ്മൾ ചെയ്യുന്നത് അത്രയും മനോഹരമായൊരു തൊഴിലാണ്. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട്, മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അല്ലെ, അവരിൽ നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ ഉയർത്തപ്പെടും. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് 21-ാം തീയതി എറണാകുളത്ത് നമ്മുടെ രമേശൻ സാറും വന്ന് സുമേഷ് സാറും പങ്കെടുക്കുന്നതാണ് ഞാൻ അറിയുന്നത്. നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം ആണത്. അത് അപൂർവമായിട്ട് കിട്ടുള്ളൂ. 100 പേർക്ക് സീറ്റ് ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ പ്രോഗ്രാമിന് വന്ന പോലെ 10 മണിയാകുമ്പോൾ ബാഗ് എടുത്ത് അങ്ങോട്ട് വന്ന ഒരാൾക്ക് എൻട്രി ഉണ്ടാവില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. 100 പേര് കഴിഞ്ഞ് അവിടെ ക്ലോസ് ചെയ്യും. പേയ്മെന്റ് എല്ലാവരും അടക്കാൻ തുടങ്ങിയിട്ട് വെറും 500 രൂപ എൻട്രി ഫീ ഉള്ളൂ. 100 പേര് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യും. പിന്നെ അത് അങ്ങോട്ട് ആരും ബാഗ് എടുത്തിട്ട് വരണ്ട. അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അങ്ങോട്ട് എൻട്രി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ബുക്ക് ചെയ്യാൻ, ബാക്കിയുള്ളവരൊക്കെ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക.
അതിന്റെ തുടർച്ച എന്നുള്ള 22-ാം തീയതി കൊട്ടാരക്കരയിലും രമേശൻ സാർ പങ്കെടുക്കുന്ന പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ നല്ലൊരു വെൽനെസ്സിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു അവയർനെസ് നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഏർപ്പെട്ടിരിക്കുന്ന ഈ മേഖലയിൽ നമുക്ക് നല്ല നോളജ് ഉണ്ടാവണം. നോളജ് ഈസ് പവർ. ഓക്കെ, ഇത്രയും നേരം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വ്യക്തിപരമായി ഡോക്ടർ സുമേഷ് സാറിനും രമേശൻ സാറിനും എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും ഇന്നത്തെ സ്പിരിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താനും അവരെ കാണാനും നമ്മുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് അവരിലേക്ക് എത്തിക്കാനും സാധിക്കട്ടെ. അതിനുള്ള ഊർജ്ജവും ശക്തിയും ആവേശവും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഈ ബേട്ടോറി.